आईफोन जीतने के लिए तैयार हो जाओ। सोनिक देखो आईफोन जीतो कॉन्टेस्ट सोमवार से शुक्रवार सुबह 10 बजे से 12 बजे तक सोनिक पर। Watch full episodes on Jio Hotstar. ചിങ്കം സാറേ, വെള്ളത്തില് ബീച്ചാണോ അതോ ബീച്ചില് വെള്ളമാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ രോഗികളാണ് സത്യം. ഈ കടലിനടിയിലെ ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ പോലെയുള്ള സയന്റിസ്റ്റുകള് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഓ, കുറച്ചു നേരം ഒന്നും സംസാരിക്കാതിരിക്കോ? ഇങ്ങനെ സംസാരിച്ചാൽ മറ്റുള്ളവർക്ക് നമ്മളെ സംശയമാവും. വേഗം എല്ലാവരും അരികിലേക്ക് മാറിക്കോ, അരികിലേക്ക് മാറിക്കോ. അല്ല, ഓക്ടോ ജാക്സൺ എവിടേക്കാ പോയത്? ഓട്ടോ ജാക്സൺ, ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ അവനെ നമ്മളുടെ കൂടെ കൊണ്ടുവരണ്ടായെന്ന്. ഒരുപക്ഷെ അവനും പരേഡിൽ ചേർന്നിട്ടുണ്ടാവോ? വേഗം വരൂ. ധീരൻ വില്ലാളി വീരൻ എഴുന്നള്ളുന്നു. രാജാതിരാജൻ സമുദ്രത്തിന്റെ ചക്രവർത്തി ഓക്ടോ സാർ ഇതാ എഴുന്നള്ളുന്നേ. മഹാധീര വില്ലാളി വീര ഇതാ എഴുന്നള്ളുന്നു. സമുദ്രത്തിന്റെ റാണി ഇതാ പ്രത്യക്ഷപ്പെടുന്നു ഒരു പുതിയ അവതാരത്തിൽ. നിനക്കെന്ത് പറ്റി? എന്താ ഇങ്ങനെ ഒരു മേക്കപ്പ്? പെയിന്റർ എവിടെ? പറയൂ റാണി മാഡം. പെയിന്റർ, നീ എന്താണ് ഇങ്ങനെ ചെയ്തു വെച്ചത്? ചൂടാകല്ല റാണി മാഡം, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ഒക്ടോപ്പ, ഇവനെ കൊണ്ടുപോയി ഒക്ടോ സാറിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കൂ. വേണ്ട റാണി മാഡം, എന്റെ ഒക്ടോസോറസിന്റെ മുമ്പിൽ ഇടരുത്. വേണ്ട റാണി മാഡം, റാണി മാഡം, റാണി മാഡം. ഓക്ടോസോറസ് ഇനി ആ പെയിന്ററിനെ വെറുതെ വിടില്ല. അയാളുടെ അടുത്ത് ആരൊക്കെ പോയിട്ടുണ്ടോ അതെല്ലാം ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. പാവം. പരേഡ് ആരംഭിക്കട്ടെ. സ്റ്റാർട്ട് പരേഡ്. ഇങ്ങനെയാണോ നീ സൈന്യത്തെ ട്രെയിൻ ചെയ്തത്? ഇവർക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും കഴിയുന്നില്ല. ആരാണ് നിന്റെ നേതാവ്?
മുന്നിലേക്ക് വരൂ. ഇതൊക്കെ പരേഡിന്റെ പഴയ സ്റ്റൈലല്ലേ? നിങ്ങൾ ആ മ്യൂസിക് ഒന്ന് ഓൺ ചെയ്തേ, അപ്പൊ കാണാൻ നിങ്ങൾക്ക് പുതിയ പരേഡിന്റെ സ്റ്റൈല്. എന്റെ മോട്ടു ഒന്ന് ശാന്തമായിരിക്കെ. നീ തന്നെ നമ്മളെ കൊടുക്കുമെന്നാ തോന്നുന്നത്. ചിങ്കം സാറേ അവരാണെന്ന് തോന്നിക്കാൻ നിങ്ങളും ഒരു ഡാൻസ് കളിച്ചോളൂ. അതാരാണ് അയാള്? അയാള് പരേഡിന്റെ ആകെ സ്റ്റൈലേ മാറ്റിമറിച്ചല്ലോ. ഇത് കഴിഞ്ഞ് അയാളെ എന്റെ അടുത്തേക്കൊന്ന് വിടണം. എനിക്കും ഡാൻസ് ഒന്ന് പഠിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഇവിടെ പുതിയതാണോ? ഇതിനു മുമ്പ് ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ കാണാനാ റാണി മാഡം? അതിന് ഞങ്ങളെല്ലാരും ഇന്ന് വന്നല്ലേ ഉള്ളൂ. എന്റെ പേര് മോട്ടു, ഇതെന്റെ കൂട്ടുകാരൻ പത്ലു, ഇത് ഡോക്ടർ ജഡ്ക, ഇത് ഘസീട്ടാറാം, പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലിസ്റ്റ് എന്ന് വെച്ചാൽ ചിങ്കം. അങ്ങനെയാണോ? മോട്ടു പറഞ്ഞേക്ക്, എല്ലാം പറഞ്ഞേക്ക്. ഇനി നമുക്കൊന്നും പറയാൻ ഇനി ബാക്കി വെക്കല്ലേ. താങ്ക് യു പത്ലു. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോൾ അവിടെ എന്താ രഹസ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? റാണി മാഡം, സത്യത്തിൽ ഞങ്ങൾക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നു, ഒരു സ്വർണ്ണ മത്സ്യം. ഒക്ടോ വേൾഡിലെ രാജാവ് അവന്റെ പരിവാരങ്ങളെയും പിന്നെ കുടുംബാംഗങ്ങളെയും തടവിലാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ആ സ്വർണ്ണ മത്സ്യത്തിന്റെ കുടുംബാംഗങ്ങളെയൊക്കെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. റാണി മേഡം, മോട്ടു പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഞങ്ങള് മനുഷ്യന്മാരൊന്നും അല്ല. സ്വർണ്ണമില്ലിന്റെ കുടുംബാംഗങ്ങളെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ഞങ്ങളൊന്ന് അവരെ കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു വന്നതാ. അവരുടെ കുടുംബത്തെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നീ എന്താ റാണി മാഡത്തിനോട് ഈ ഒരു കാര്യം മാത്രം പറയാത്തത്? അതായത് നമ്മൾ എല്ലാവരും മനുഷ്യരാണെന്നുള്ള കാര്യം. റാണി മാഡം ദേ നോക്കിക്കേ. കണ്ടില്ലേ റാണി മാഡം, ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളോട് വിശ്വാസം വന്നോ? ഞങ്ങൾ എല്ലാവരും മനുഷ്യരാണെന്ന്. എന്റെ മോട്ടു, നീ ഇപ്പൊ എന്തായി ചെയ്തത്? മോട്ടു, നീ സംസാരിച്ചുകൊണ്ടേയിരിക്കൂ. റാണി മാഡം പറയാൻ എന്തിരിക്കുന്നു? നോക്കൂ, നിങ്ങൾ രാജാവിനോട് പറഞ്ഞിട്ട് വേണം ആ സ്വർണ്ണ മത്സ്യത്തിന്റെ പരിവാരങ്ങളെ വിമുക്തരാക്കാൻ. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് ചായയും പലഹാരവും കഴിച്ചിട്ട് പോയിക്കോളാന്നേ. അതെങ്ങനെയാ നിങ്ങളെ ഇവിടെ നിന്നും വേഗത്തിൽ പറഞ്ഞയക്കുന്നത്? ഇവിടെ താമസിച്ച് വിരുന്നുണ്ടിട്ട് പോകാം. എന്തൊക്കെയാണെങ്കിലും നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വിരുന്നുകാരാണല്ലോ. താങ്ക് യു റാണി മാഡം. സത്യം പറയട്ടെ, ശരിക്കും എന്റെ വയറ് വിശന്ന് കത്തിക്കൊണ്ടിരിക്കുക. പത്ലു വരൂ വരൂ വരൂ. റാണി മാഡം വരൂ, വല്ലാണ്ട് വിശക്കുന്നു. വരൂ വരൂ. എന്റെ മോട്ടു, നിന്റെ ആവേശം നമ്മളെ എല്ലാവരെയും ഏതോ ഒരു പ്രശ്നത്തിൽ കൊണ്ട് ചാടിക്കുമെന്ന എനിക്ക് തോന്നുന്നത്. എന്റെ അമ്മോ, ഇയാൾ എന്തോന്ന രാജാവ്? രാജാവിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു സിപ്പായിനെ പോലും കാണുന്നില്ലല്ലോ. ഓ ചിങ്കം സാറേ, ഇത് വളരെ നല്ല കാര്യമാ. ആരെങ്കിലും ഇവിടെ വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജോലി ചെയ്ത് തീർക്കാലോ. പത്ലു, എനിക്ക് എന്തോ കേൾക്കുന്നുണ്ടല്ലോ. നിനക്കും അതുപോലെയുള്ള വല്ല ശബ്ദവും കേൾക്കുന്നുണ്ടോ? എന്റെ മോട്ടു, നീ എന്ത് സൗണ്ടാ കേട്ടത്? ഞാൻ പറഞ്ഞതല്ലേ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെന്ന്. മോട്ടു, നീ എന്താ പറയാത്തത്? ഇത് മനുഷ്യരുടെ ശബ്ദമല്ലെന്ന്. ഓടിക്കോ. എനിക്ക് ഓക്ടോപസിനെ പോലെ വെള്ളത്തിൽ നീന്താൻ യാതൊരു അനുഭവം ഇല്ല കേട്ടോ. ഓടിക്കോ. മമ്മി, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ ഇതുപോലെ കറണ്ട് തന്നിട്ടില്ല. ഓടിക്കണ്ടല്ലോ, ഓടിക്കണ്ടല്ലോ, ഓടിക്കോ, വേഗം.
എന്റെ അപ്പിപ്പോടെ, വേഗം പൊക്കോ, വേഗം. മീൻ രക്ഷിക്കണേ. Hey, stop! Stop in the name of sea! Stop in the name of water! Stop! Stop! ചിങ്കം സാറേ, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ മുമ്പ് അവിടെ വർക്കൗട്ട് ആവില്ലെന്നാ. Hey! സിംഹത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. അറിയാമല്ലോ, impossible. Follow me. മോട്ടു, ദേ കിടക്കുന്ന ഒക്ടോ ജാക്സൺ. നമുക്ക് ശബ്ദമുണ്ടാക്കാതെ അവന്റെ അടുത്തേക്ക് പോകാൻ നോക്കാം. ഒക്ടോ, ഒക്ടോ എഴുന്നേൽക്ക്, നമുക്കിവിടുന്ന് പോവണ്ടേടാ. എഴുന്നേക്ക്, എഴുന്നേക്കടാ ഒക്ടോ. മോട്ടു, നീ എത്തിയോ? എനിക്കിവിടെ തനിച്ച് ഡാൻസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമില്ല. മോട്ടു പത്ലു, നിങ്ങളും എന്റെ കൂടെ ഡാൻസ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരിക്കും. ഞങ്ങൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. നീ ശബ്ദം ഉണ്ടാക്കി എല്ലാം കൊളാക്കിയില്ലേ? രാജാങ്കിൾ, എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ അറിയാണ്ട് ഉണർത്തി. നിങ്ങളെല്ലാവരും ഓക്ടോ ജാക്സനെ ഇവിടുന്ന് എടുത്തുകൊണ്ട് ഓടിപ്പോക്കോ. നിങ്ങളെല്ലാവരും കൂട്ടുകാരല്ലേ, നിങ്ങൾ എന്ത് ചെയ്താലും ശരിയാണത്. നിങ്ങൾ നല്ല മനുഷ്യരാണ്, എനിക്ക് നിങ്ങളെ ഇത്രേ സഹായിക്കാൻ പറ്റൂ. നിങ്ങൾ ഓക്ടോ ജാക്സൺ എടുത്തോണ്ട് പെട്ടെന്ന് ഓടിപ്പോക്കോ. രാജാവേ, നിങ്ങളുടെ ഈ നല്ല മനസ്സിന് ഞങ്ങൾ നന്ദി പറയുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ വന്നത് സ്വർണ്ണ മത്സ്യത്തിന്റെ കുടുംബാംഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. സ്വർണ്ണ മത്സ്യത്തിന് ഞങ്ങൾ വാക്കുകൊടുത്തതാ. മോട്ടു പത്ലു ഒരു കാര്യം പറഞ്ഞാൽ അത് നടത്തിയിരിക്കുമെന്ന്. നിങ്ങളുടെ കൂട്ടുകെട്ടാണെങ്കിൽ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഗോൾഡ് ഫിഷസിനെ തേടി പോണെങ്കിൽ. രാജാവേ, നിങ്ങൾ എന്തോ പറയാൻ വന്നതല്ലേ? എഴുന്നേൽക്ക്, സ്വർണ്ണ മത്സ്യത്തിനെ രക്ഷിക്കുവാൻ എഴുന്നേൽക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും സയന്റിസ്റ്റിന്റെ റിസർച്ച് സെന്ററിൽ പോകേണ്ടി വരും. രാജാവേ, രാജാവേ, എഴുന്നേറ്റ് വല്ലത് പറയൂ. അയാളാണ് ഗോൾഡ് ഫിഷസിനെ എല്ലാത്തിനെയും ബന്ധിച്ചു താങ്ക് യു വെച്ചിരിക്കുന്നത്. മഹാരാജാവേ. അപ്പൊ ഞങ്ങൾ പോവാണ്. താങ്ക് യു. ഇതിനിപ്പോ എന്തിനാ ഒരു താങ്ക് യു? വരൂ. കടലിൽ ഈ രാത്രിയിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മൾ രാജാവിനോട് സയന്റിസ്റ്റ് എവിടെയാണെന്നൊന്ന് ചോദിച്ചത് പോലും ഇല്ലല്ലോ. ജഡ്ക സാർ പറയുന്നത് ശരി തന്നെയാ. രാത്രി നമ്മൾ വഴിതെറ്റി വേറെ എവിടെയെങ്കിലും പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ തെരഞ്ഞു നോക്കാം. ഓ, ഓ. അല്ല, ഇത് ഏതാ സ്ഥലം? മോട്ടു, എഴുന്നേക്ക്, എഴുന്നേക്ക്, ഇത് നോക്ക്. എന്താ പത്ലു, ഇതുവരെ കോഴി കൂവിയിട്ട് പോലും ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നീ എന്തിനാ എന്നെ എഴുന്നേപ്പിച്ചത്? കുറച്ചു നേരം കൂടെ ഞാനൊന്ന് കിടന്നോട്ടെ, അപ്പോഴത്തേക്കും നീ ഒരു ചായ ഉണ്ടാക്കും. എന്റെ മോട്ടു, കോഴി കൂവുന്നത് കേട്ട് ഉണരാൻ നീ ഫുർഫുറി നഗറിലൊന്നല്ല ഉറങ്ങുന്നത്, ഒക്ടോപ്പസ് വേൾഡിലാ. എന്തായി കാണുന്നത്? ഹലോ, നിങ്ങൾക്കത് അറിയോ? എന്താണത്? ഒന്ന് പറയൂ. നിങ്ങൾക്ക് അറിയില്ലേ, ഇതിന്റെ ശബ്ദം കേട്ടാണ് കാലത്ത് എല്ലാരും ഇവിടെ സമുദ്രത്തിൽ എണീക്കണത്. നിങ്ങൾ ഇവിടെ പുതിയതായിട്ട് വന്നതാണെന്ന് തോന്നുന്നു. പത്ലു, നീ കേട്ടിട്ടുണ്ടോ? ഇതാണ് കടൽ കോഴി. ഇവിടെ എല്ലാം ഉണ്ട് പത്ലു. ഇത്രയും വലിയ തിമിംഗലങ്ങളോ? ഇത് ഒരേ ഡയറക്ഷനിൽ എവിടേക്കാ പോകുന്നത്? ദേ, ഇപ്പോഴാണ് ഞാൻ ഒരു തിമിംഗലത്തിന്റെ വായിൽ സ്വർണ്ണ മത്സ്യങ്ങളെ കണ്ടത്. വേഗം വരൂ, നമുക്കതിനെ ഫോളോ ചെയ്യാം. പത്ലു, ഈ തിമിംഗലത്തിന് അറിയില്ലല്ലേ നമ്മൾ ഇതിന്റെ പുറകിൽ പോകുന്ന കാര്യം. മമ്മി, തിമിംഗലത്തിന്
അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു നമ്മൾ അവരെ ഫോളോ ചെയ്യണ്ടെന്ന്. നമുക്കും അറിയില്ല തിമിംഗലം നമ്മളെ ഫോളോ ചെയ്യണ്ടെന്ന്. നമ്മൾ ഇപ്പൊ ശരിക്കും കുടുങ്ങി. നമ്മൾ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുക? എന്റെ അമ്മോ, നമ്മൾ എത്ര നാളിങ്ങനെ ആകാശത്ത് നിന്ന് വീഴേണ്ടി വരും? എത്ര നാളിങ്ങനെ ആഹാരം കഴിക്കാതിരിക്കേണ്ടി വരും? ചിങ്കം സാറേ, വീണ്ടും ഈന്തപ്പഴോ? നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണത്തിന്റെ കാര്യം പറയാതെ എനിക്ക് വിശക്കുന്നു. മോട്ടുപത്ലു, നിങ്ങൾ വന്നോ? നിങ്ങളെ വീണ്ടും കാണാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് കണ്ടോ, എനിക്ക് എന്റെ ഫാമിലിയെ തിരിച്ചു കിട്ടി. വൗ, സൂപ്പർ! നിനക്ക് നിന്റെ ഫാമിലിയെ തിരിച്ചു കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ കുടുംബത്തിലുള്ളവരെ മുഴുവനും നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമോ? സ്വർണ്ണ മത്സ്യമേ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അതേ സ്വർണ്ണ മത്സ്യമേ, നിന്നെ മാത്രമല്ല നിന്റെ പരിവാരങ്ങളെയും ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. വരൂ മഹാറാണി, നിങ്ങളുടെ ഒരുപാട് കാലത്തെ സ്വപ്നം ഇന്ന് പൂർത്തിയാവാൻ പോവുകയാണ്. നിങ്ങളുടെ കാത്തിരിപ്പിന് ഇതാ ഒടുക്കമായിരിക്കുന്നു. ഇനി നിങ്ങൾ സ്വർണ്ണ നിറത്തിലാകാൻ തയ്യാറായിക്കൊള്ളൂ. സയന്റിസ്റ്റ്, ഇതിൽ കൂടുതൽ എനിക്ക് കാത്തിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം വേഗം തന്നെ ചെയ്യൂ. ഇനി കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ എന്റെ ഈ പരീക്ഷണത്തിന്റെ ബലമറിയാൻ സാധിക്കും. ഇപ്പൊ എന്റെ ശരീരം പളപളാന്ന് തങ്കം പോലെ മിന്നുന്നു. നിങ്ങൾക്കിപ്പോൾ എന്ത് വേണമെങ്കിലും ചോദിക്കാം സയന്റിസ്റ്റ്, എന്ത് വേണമെങ്കിലും ചോദിക്കാം. വളരെ നന്ദിയുണ്ട് മഹാറാണി. ഇല്ല, നിങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നിർത്താൻ. പക്ഷേ ഇവരൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇവരെയെല്ലാം വേഗം പുറത്തേക്കെടുത്ത് എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. വരാൻ പാടില്ലാത്ത സ്ഥലത്താണ് വന്നത്. എന്റെ കഴിവും എന്റെ കണ്ടുപിടുത്തവും കണ്ടിട്ട് പോയിക്കോ. ഇന്നു മുതൽ ഈ 7 കടലുകളിലും ഞാൻ മാത്രമായിരിക്കും ഗോൾഡൻ ഒക്ടോപസ് ആയിട്ടുണ്ടായിരിക്കുന്നത്. ഇതുവരെയും ആരും ഇതുപോലെ ഉണ്ടായിട്ടില്ല, ഇനി മുതൽ ഉണ്ടാകാനും പോകുന്നില്ല. എന്റെ പ്രിയ റാണി, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? ഈ ഒരാള് കാരണം എത്ര പാവപ്പെട്ട ഗോൾഡ് ഫിഷസിന്റെ നിറമാണ് ഞാൻ പോയിരിക്കുന്നത്. ചെയ്തതിൽ എന്താണ് തെറ്റ്? പറയൂ, എന്താണ് തെറ്റ്? അവർ എപ്പോഴെങ്കിലും എന്റെ കുട്ടിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാ അവരെ കുറിച്ച് ചിന്തിക്കണം? എന്താ, നിങ്ങളത് മറന്നുപോയോ മഹാരാജ? എന്നാൽ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഈ ഗോൾഡ് ഫിഷുകൾ എല്ലാവരും ചേർന്ന് എന്റെ ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. അതെങ്ങനെയാണ് എനിക്ക് മറക്കാൻ സാധിക്കുക? നിങ്ങളുടെ മോന് സ്വർണ്ണ മത്സ്യം എടുത്തോണ്ട് പോയെന്നോ? അതെ, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഇളയ മോൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഗോൾഡ് ഫിഷിന്റെ കൂട്ടം അവനെ തട്ടിക്കൊണ്ടുപോയത്. സ്വർണ്ണ മത്സ്യത്തിന്റെ കൂട്ടം തട്ടിക്കൊണ്ട് പോയെന്നോ? ഇത് ഞാൻ ഇതിനു മുമ്പ് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ റാണി മേഡത്തിനോട് പറയും, ഗോൾഡ് ഫിഷസിന്റെ ഒരു കൂട്ടം വന്നായിരുന്നു, എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും ഇങ്ങനെ എടുത്തോണ്ട് അങ്ങോട്ട് പോയെന്ന്. കഥ അവിടെ തന്നെ തീരുന്നു. ഇപ്പൊ ഓർമ്മ വന്നു റാണി മേഡം, ഇതിനു മുമ്പ് സേനാപതി നിങ്ങളോട് ഈ കാര്യം പറഞ്ഞിരുന്നോ? അതെ, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ
ഇക്കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക? റാണി മേഡം, നിങ്ങൾ എന്തായാലും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കാര്യം തന്നെയാണ് സേനാപതി ഞങ്ങളോടും പറഞ്ഞത്. അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളോടൊരു കാര്യം പറയാണ്. നിങ്ങളുടെ മകൻ കാണാതെ പോയതിന് കാരണം അവര് തന്നെയാണ്. പാപം ചെയ്തത് വേറെ ആളാണെങ്കിലും ശിക്ഷ കിട്ടിയത് ഇവർക്കാണ്. അവരെ എനിക്ക് വളരെയധികം വിശ്വാസമാണ്. നിങ്ങൾ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എന്നോട് നുണ പറയാൻ ശ്രമിക്കണ്ട. ഇവരെ എല്ലാരെയും തുറങ്ങിലടക്കൂ. നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വലിയവർ സംസാരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഇവിടുന്ന് പോ. ഇതെന്താ നിന്റെ കഴുത്തില് ഈ അടയാളം? ഇതെങ്ങനെ വന്നു? ഇത് ചെറുപ്പം മുതൽ എന്റെ ശരീരത്തിലുള്ളതാ. ഇത് എന്റെ കുടുംബത്തിന്റെ അടയാളമാണ്. അങ്ങനെയെങ്കിൽ നീയാണ് എന്റെ ഇളയ കുട്ടി ഒക്ടോ. അതെ, നീയാണ് എന്റെ ഇളയ മകൻ. Watch India's largest kids library only on Jio Hotstar. Download the app now.